Is it a fact that Palestine Authority's Minister of State on Foreign Affairs met our ambassador, Ms. Renu Yadav, requesting to reconsider arms sales to Israel due to their usage against Palestinian civilians? A country that has stood by us at different moments when our national security was under threat. ബാബറി പള്ളി ഹിന്ദുത്വ തീവ്രവാദികൾ പൊളിച്ചത് ഇതുപോലൊരു ഡിസംബർ 6-നാണ്. 32 ഡിസംബർ 6 വാർഷികങ്ങൾ കഴിയുമ്പോൾ ആ വേദന ഉണങ്ങുന്നതിന് പകരം കൂടുതൽ നീറിപ്പുകയാണ്. ഇന്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ മുഖത്ത് വെളുക്കെ ചിരിച്ച് കാണിച്ചുകൊണ്ട് ആ മുറിവിൽ മുൻ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് പുരട്ടിയത് മുളകാണോ അതോ വെടിമരുന്നാണോ എന്ന് മാർക്കണ്ഡേയ കഡ്ജ് മുതൽ ദുഷ്യന്ത് ദവേ വരെയുള്ളവരും സാധാരണക്കാരുമൊക്കെ നിരന്നു ചോദിക്കുകയാണ്. ഇന്നത്തെ സുപ്രഭാതം പത്രത്തിന്റെ 1-ാം പേജ് മാടപ്രാവായി നമ്മുടെ മുന്നിൽ അഭിനയിച്ച ചന്ദ്രചൂഡിന്റെ ചെന്നായ രൂപം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ബാബറി പള്ളി പൊളിച്ചതിലൂടെ രക്തദാഹം തീരാത്തവർക്ക് ഗ്യാൻവാബിയും മധുരയും സമ്പലും അജ്മീറും ഷംസി ഷാഹിബ് മസ്ജിദും ഇട്ടുകൊടുത്തത് പുന്നാരമോൻ ചന്ദ്രചൂഡ്. 1991 പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ടിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി രാജ്യം മുഴുവൻ കുഴിക്കാൻ ഹിന്ദുത്വ തീവ്രവാദികൾക്ക് തൂമ്പയും കോടാലിയും കൊടുത്തതിലൂടെ രാജ്യത്തെ കൂടുതൽ അസ്ഥിരമാക്കുന്നു എന്ന് പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് തന്നെ വിളിക്കാവുന്ന ജസ്റ്റിസ് നരിമാനാണ്. ഇന്ത്യൻ തെരുവുകൾ ആയുധവൽക്കരിക്കപ്പെടുക മാത്രമല്ല, നമ്മുടെ അതിർത്തികൾ കാക്കേണ്ട സൈനിക സമ്പത്ത് പലസ്തീനികളെ വേട്ടയാടാൻ ഇസ്രായേലിന് ഇന്ത്യ സമ്മാനിക്കുന്നുണ്ട് എന്ന ചോദ്യം കൂടി ഈ ദിവസങ്ങളിൽ ഉയർന്നു വരികയാണ്. ഇന്ത്യൻ പാർലമെന്റിൽ ജോൺ ബ്രിട്ടാസ് MP ആണ് ഈ ചോദ്യം ചോദിച്ചത്. പാർലമെന്റിൽ തിരുച്ചി ശിവയുടെ ചോദ്യത്തിൽ നിന്നാണ് ഇസ്രായേലിന് ഇന്ത്യ ആയുധം നൽകുന്നുണ്ടോ എന്ന ചർച്ചയുടെ തുടക്കം. Protection of civilians and upholding legal and humanitarian obligations. Which resolution India has abstained, sir? Sir, both are contradictory. Why India should abstain such a genuine resolution? തിരുച്ചി ശിവയുടെ ചോദ്യം ഇതായിരുന്നു. മന്ത്രിയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഐക്യരാഷ്ട്രസഭയുടെ റിലീഫ് ആൻഡ് വർക്ക് ഏജൻസി വഴി പലസ്തീന് ഇന്ത്യ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് നൽകുന്നുവെന്നാണ്. പക്ഷേ 2023 ഒക്ടോബർ 27 UN ഒരു പ്രമേയം പാസാക്കിയിരുന്നു. സാധാരണ പൗരന്മാരെ സംരക്ഷിക്കാനും നിയമപരവും മനുഷ്യത്വപരവുമായ ഉത്തരവാദിത്തങ്ങൾ ഉയർത്തിപ്പിടിക്കുമെന്നാണ് ആ പ്രമേയം. എന്നാൽ ആ പ്രമേയത്തിന്റെ വോട്ടെടുപ്പിൽ നിന്ന് ഇന്ത്യ അന്ന് മാറി നിന്നു. ഇത് രണ്ടും വൈരുദ്ധ്യാത്മകമാണ് സാർ. ഇത്രയും ജനുവിനായ ഒരു പ്രമേയത്തിൽ നിന്ന് ഇന്ത്യ എന്തിനാണ് മാറി നിന്നത് എന്നാണ് തിരുച്ചി ശിവ ചോദിച്ചത്. വളരെ റെലവൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ സംഭവമൊക്കെ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. 120 പേരാണ് ആ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്ത്. 14 രാജ്യങ്ങൾ എതിർത്തു, 45 രാജ്യങ്ങൾ വിട്ടുനിന്നു. അതിലൊരു രാജ്യം ഇന്ത്യ ആയിരുന്നു. പാലസ്തീൻ അധിനിവേശത്തിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണം എന്ന പ്രമേയം ഈ സെപ്റ്റംബറിൽ 2024 സെപ്റ്റംബറിൽ വന്നപ്പോഴും ഇന്ത്യ വിട്ടു നിൽക്കുകയാണ് ചെയ്തത്. 124 രാജ്യങ്ങൾ അതിൽ പിന്തുണച്ചു. വിട്ടുനിന്ന 43 രാജ്യങ്ങളിൽ ഇന്ത്യ ഉണ്ടായിരുന്നു. ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ഔദ്യോഗിക നിലപാട് പാലസ്തീന് രാഷ്ട്രപദവി, സംഘർഷത്തിന് ദ്വിരാഷ്ട്ര പരിഹാരം എന്നതാണ്. പാലസ്തീന് രാഷ്ട്രപദവി, ഈ സംഘർഷത്തിന് ദ്വിരാഷ്ട്ര പരിഹാരം. എന്നാൽ ഇന്ത്യ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതിനൊക്കെ ഘടകവിരുദ്ധമായ കാര്യങ്ങളല്ലേ എന്ന് തന്നെയാണ് തിരുച്ചി ശിവ പച്ചയ്ക്ക് പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചത്. മന്ത്രി S. ജയശങ്കർ ഒരു അഴകുഴമ്പൻ മറുപടിയുമായി എഴുന്നേറ്റ് നിന്നു. We felt that the resolution was not well drafted, it was not well considered, we had reservations on the language, our concerns were not accommodated, and that is why we abstained. അദ്ദേഹം പറയുന്നു, നിലവിൽ പാലസ്തീനിലെ ജനങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ഇന്ത്യ നൽകിയിട്ടുണ്ട്. നമ്മൾ $5 ദശലക്ഷം വാർഷിക സംഭാവന നൽകിയിട്ടുണ്ട്. സഹായങ്ങൾ എത്തിക്കുന്ന മുഖ്യ ഏജൻസിയായ UNRWA വഴിയാണ് അത് നടത്തുന്നത്. ഈ സംഖ്യ സാധാരണയായി 1 ദശലക്ഷമാണ്. എന്നാൽ നമ്മുടെ സർക്കാർ അത് 5 ദശലക്ഷം കൊടുക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ അവിടെ നടക്കുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ 2023 70 മെട്രിക് ടൺ എയ്ഡ് നൽകി. അതിൽ 16.5 ടൺ മരുന്നുകൾ. 2024 പാലസ്തീൻ അധികാരികൾക്ക് UNRWA 65 മെട്രിക് ടൺ മരുന്ന് നൽകി. 33 മെട്രിക് ടൺ മരുന്ന് ലെബനൻ നൽകി. ഇനി ഇപ്പോൾ MP നൽകിയ പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഈ കാലയളവിൽ UN ജനറൽ അസംബ്ലി നിരവധി പ്രമേയങ്ങൾ അവതരിപ്പിച്ചിരുന്നു. അതിൽ പല പ്രമേയങ്ങളോടും നാം യോജിച്ച് വോട്ട് ചെയ്തു, ചിലതിൽ നിന്ന് നാം വിട്ടുനിന്നു. പൊതുവെ പ്രമേയങ്ങളിൽ നിന്നും നാം വിട്ടുനിൽക്കുന്നതിന്റെ കാരണം ചിലപ്പോൾ ആ പ്രമേയങ്ങൾ ബാലൻസ്ഡ് ആയിരിക്കില്ല, ചിലപ്പോൾ വിഭാഗീയത ഉണ്ടാക്കുന്നതായിരിക്കും, ചിലപ്പോൾ ഇന്ത്യക്ക് ഏതെങ്കിലും വിധത്തിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും. ഇവിടെ MP
പരാമർശിച്ച ഈ പ്രത്യേക പ്രമേയത്തിന്റെ കാര്യമെടുത്താൽ അത് നന്നായി എഴുതപ്പെട്ട ഒരു പ്രമേയമായിരുന്നില്ല. അതിൽ പല കാര്യങ്ങളും വേണ്ടത്ര പരിഗണിക്കപ്പെട്ടിരുന്നില്ല. അതിൽ ഉപയോഗിക്കപ്പെടുന്ന ഭാഷയിൽ നമുക്ക് ആകുലതകൾ ഉണ്ടായിരുന്നു. ഇവയൊന്നും അതുകൊണ്ടാണ് അതിൽ നിന്ന് വിട്ടുനിന്നത് എന്നാണ് ജയശങ്കറിന്റെ മറുപടി. എന്താ പറഞ്ഞ് എഴുതിയത് ഇഷ്ടപ്പെട്ടില്ല എന്ന്. ആശയം ഇഷ്ടപ്പെട്ടോ, എന്താണ് പരിഹാരം? അതൊന്നല്ല. ഇന്ത്യയുടെ പാലസ്തീനെ കുറിച്ചുള്ള നിലപാട് ഇതിനേക്കാളൊക്കെ അപ്പുറമാണത്ര. അത് എഴുതിയത് ഇഷ്ടപ്പെട്ടില്ല എന്ന്. ഇതായിരുന്നു ജയശങ്കറിന്റെ മറുപടി. അത് കൊള്ളാലോ. പാലസ്തീന് രാഷ്ട്രപദവി, സംഘർഷത്തിന് ദുരാഷ്ട്ര പരിഹാരം എന്ന ഇന്ത്യയുടെ നിലപാടെങ്കിൽ അതിനനുകൂലമായ കാര്യങ്ങളല്ലേ ചെയ്യേണ്ടത്? അതാണോ ഇന്ത്യ ചെയ്യുന്നത്? പാലസ്തീനൊപ്പം നിൽക്കും, ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന നിലപാട് MP സാകേത് ഗോഖലെ പിന്നീട് ചോദ്യം ചെയ്യുന്നു. What is India's position on the illegal settlements made by Israel in the West Bank in Palestine? സാകേത് ഗോഖലെ ചോദിക്കുന്നത് ഇന്ത്യയുടെ മുൻകാല സർക്കാരിന്റെ പാലസ്തീൻ പോളിസിയായ ദുരാഷ്ട്ര നയത്തെ പ്രകീർത്തിച്ചും നിലവിൽ ഇന്ത്യ നൽകിയ സഹായത്തെ അനുമോദിച്ചും തുടങ്ങിയ പ്രസംഗത്തിൽ അദ്ദേഹം ചോദിച്ചത്, ഇന്ത്യ പാലസ്തീനിൽ ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തെ പിന്തുണച്ചു വരികയാണല്ലോ, എങ്കിൽ പാലസ്തീനിൽ ഇസ്രായേലിന്റെ അനധികൃത സെറ്റിൽമെന്റിനെ കുറിച്ച് എന്താണ് ഇന്ത്യക്ക് പറയാനുള്ളത് എന്നായിരുന്നു. ഇന്ത്യ പാലസ്തീന് സഹായം നൽകിയത് UNRWA വഴിയാണെങ്കിൽ ആ ഏജൻസിയെ ഇപ്പോൾ ഇസ്രായേലി സർക്കാർ നിരോധിച്ചിരിക്കുകയാണ്. അതിൽ ഇന്ത്യയുടെ നിലപാട് എന്താണ്? സാകേത് MP ചോദിക്കുന്നു. അതിനുള്ള മറുപടിയായി വിദേശകാര്യമന്ത്രി S ജയശങ്കർ പറഞ്ഞത്, UNRWA നൽകിയ പിന്തുണയ്ക്കും സഹായത്തിലും യാതൊരു ആശങ്കയും വേണം. കാരണം ഞങ്ങൾ അതൊരു സർക്കാർ എന്ന രീതിയിൽ എടുത്ത തീരുമാനമാണ്. അതിൽ ഉറച്ചു നിൽക്കുന്നു. UNRWAയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ബ്രാഞ്ചിലൂടെ വീണ്ടും സഹായം എത്തിക്കാൻ നോക്കും. നമ്മൾ ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തെ പിന്തുണയ്ക്കുന്നു, അത് പരസ്യമായി പ്രഖ്യാപിക്കുന്നു, യാതൊരു സംശയവും ആശങ്കയും ആവശ്യമില്ലെന്ന് മന്ത്രി വീണ്ടും പറയുന്നു. ഇനി ഈ രണ്ട് അംഗങ്ങളും ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ജയശങ്കർ തുടരാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യ സഹായം നൽകുന്ന ഒരു പ്രമേയത്തിൽ നിന്ന് വിട്ടുനിന്നതെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമേ ഉള്ളൂ. പ്രമേയങ്ങൾക്ക് പലതരം വിവക്ഷകളുണ്ട്. ഉദാഹരണം, അതിലെ വാക്കുകൾ വളരെ പ്രധാനമാണ്. ഉദാഹരണത്തിന് മുൻ പറഞ്ഞ പ്രമേയത്തിലെ കാര്യമെടുത്താൽ അതിൽ തീവ്രവാദത്തെക്കുറിച്ചോ ബന്ദികളെക്കുറിച്ചോ ഒരു റെഫറൻസും ഉണ്ടായിരുന്നില്ല. നമ്മുടെ മനസ്സിൽ പ്രമേയം എന്ന് പറഞ്ഞാൽ സാഹചര്യത്തെ പൂർണ്ണമായും അഭിസംബോധന ചെയ്തില്ലെങ്കിൽ അതിനെ സന്തുലിതമായൊരു പ്രമേയം എന്ന് പറയാനേ പറ്റില്ല. ഇന്ത്യ തന്നെ തീവ്രവാദത്തിനിരയായ ഒരു രാജ്യമാണെന്നിരിക്കെ നമ്മെ വിശ്വാസത്തിലെടുക്കാത്ത ഒരു പ്രമേയത്തെ നാം പിന്താങ്ങണമെന്നില്ല. അത് നമ്മുടെ താല്പര്യത്തിനെതിരാണ്. പ്രമേയങ്ങളെ പരിഗണിക്കുമ്പോൾ നാം എപ്പോഴും അതിലെ വാക്കുകളെ പരിശോധിച്ച് പക്വമായ തീരുമാനമെടുക്കുന്നു. തത്വത്തിൽ പറയുകയാണെങ്കിൽ നാം തീവ്രവാദത്തെ അപലപിക്കുന്നു, ബന്ദികളാക്കുന്നതിനെ അപലപിക്കുന്നു. രാജ്യങ്ങൾക്ക് ഇത്തരം വിഷയങ്ങളിൽ ഇടപെടാൻ അധികാരമുണ്ട്. പക്ഷെ അതേസമയം അവർ ശ്രദ്ധിക്കേണ്ട കാര്യം അവിടുത്തെ സിവിലിയന്മാർക്കുണ്ടാകുന്ന അത്യാഹിതങ്ങൾ, അവർ മനുഷ്യാവകാശ നിയമങ്ങളെയും പരിഗണിക്കണം. നമ്മൾ ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്ന് വെടിനിർത്തൽ ഉണ്ടാകണമെന്നും സംഘർഷം അവസാനിപ്പിക്കണമെന്നുമാണ്. നമ്മുടെ നിലപാട് വ്യക്തമാണ്. പക്ഷെ നാം പ്രതീക്ഷിക്കുന്നത് ഇതെല്ലാം വ്യക്തമായ വാക്കുകൾ ബാലൻസ് ചെയ്ത പ്രമേയമായി പ്രതിഫലിപ്പിക്കണമെന്നാണ് എന്ന അഴകുഴമ്പൻ മറുപടി വീണ്ടും വരുന്നു. തുടർന്നാണ് ജോൺ ബ്രിട്ടാസ് MP ചോദ്യം ഉന്നയിക്കുന്നത്. ക്രിസ്റ്റൽ ക്ലിയർ ചോദ്യമായിരുന്നു. അതിനൊപ്പം മന്ത്രി സത്യസന്ധമായൊരു മറുപടി പറയണമെന്ന് ജോൺ ബ്രിട്ടാസ് MP ആവശ്യപ്പെടുന്നു. Is it a fact that Palestine Authority's Minister of State on Foreign Affairs met our ambassador, Ms. Renu Yadav, requesting to reconsider arms sales to Israel due to their usage against Palestinian civilians and also the need for international pressure on Israel to stop their violence on Gaza? If so, what has been the response of the ministry? ബഹുമാനപ്പെട്ട വിദേശകാര്യമന്ത്രിക്ക് വളരെ വിപുലമായ അനുഭവ സമ്പത്തും വൈദഗ്ധ്യവുമുണ്ട്. അദ്ദേഹം ഈ വിഷയങ്ങളിലെല്ലാം ഇടപെട്ടുകൊണ്ടിരിക്കുന്നയാളാണ്. അതിന് ആർക്കും തർക്കമില്ലല്ലോ എന്നാണ് ചെയർമാൻ ജഗ്ദീപ് ധൻകർ ഇടപെടുകയാണ്. ആർക്കും തർക്കമില്ല എന്ന് ബ്രിട്ടാസ് മറുപടിയും പറയുന്നു. ഞാനിവിടെ പറയാൻ പോകുന്ന ഒരു പ്രശ്നത്തെ നയതന്ത്രപരമായി കാണുന്ന വിധത്തെക്കുറിച്ചാണ്. അതിന് മന്ത്രി സത്യസന്ധമായ മറുപടി തരണം. ഞങ്ങളുടെ പൗരന്മാരുടെ മേൽ ആയുധങ്ങൾ പ്രയോഗിക്കുന്നുവെന്ന് ആരോപിച്ച് ഇസ്രായേലിന് ഇന്ത്യ ആയുധങ്ങൾ കച്ചവടം നടത്തുന്ന നടപടി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പാലസ്തീൻ അതോറിറ്റി ഓഫ് ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്റർ നമ്മുടെ അംബാസിഡർ മിസ് രേണു യാദവിനോട് അപേക്ഷിച്ചിരുന്നത് വാസ്തവമാണോ? കൂടാതെ ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന അക്രമങ്ങൾ ഇല്ലാതാക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ സമ്മർദ്ദം ചെലുത്തണമെന്ന് അവർ ആവശ്യപ്പെട്ടില്ലേ? അങ്ങനെയെങ്കിൽ എന്തായിരുന്നു വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം? അതിന് ജയശങ്കർ പറയുന്ന മറുപടി, India's exports of anything which directly or indirectly has any military implications is guided by our national interest and by our commitments to various regimes. ഇന്ത്യയുടെ കയറ്റുമതി പ്രശ്നത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നേരിട്ടും അല്ലാതെയുമുള്ള മിലിറ്ററിയുമായി ബന്ധപ്പെട്ട കയറ്റുമതികൾ അത് നമ്മുടെ ദേശീയ താല്പര്യങ്ങളും ഭരണക്രമങ്ങളോടും പ്രതിബദ്ധത കൊണ്ടുണ്ടാവുന്നതാണ്.
പല ഭരണക്രമങ്ങളോടും നമ്മൾ ഉത്തരവാദിത്തമുള്ളവരാണ്. വാസനാർ അറേഞ്ച്മെന്റ് പോലെയുള്ള കരാറുകൾ നമ്മൾ പാലിക്കുന്നുണ്ട്. നമുക്കും ഒരു എക്സ്പോർട്ട് കൺട്രോൾ ആൻഡ് ലൈസൻസിംഗ് നടപടിക്രമങ്ങളുണ്ട്. നമ്മുടെ ദേശീയ താല്പര്യം എന്താണോ അതിനനുസരിച്ചാണ് നാം കയറ്റുമതി ചെയ്യുന്നത്. ഇനി ഇസ്രായേലിനെ കുറിച്ചാണെങ്കിൽ ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ ഇന്ത്യയുമായി ദീർഘകാലത്തെ സഹകരണത്തിന് റെക്കോർഡുള്ള രാജ്യമാണ് ഇസ്രായേൽ. നമ്മുടെ ദേശീയ സുരക്ഷ ഭീഷണിയിലായ സമയത്തൊക്കെ നമുക്കൊപ്പം നിലകൊണ്ട രാജ്യമാണ് ഇസ്രായേൽ. എന്തൊരു തീരുമാനമെടുക്കുമ്പോഴും നാം അതെല്ലാം കണക്കിലെടുക്കും. തീർച്ചയായും വലിയ സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുക്കുമ്പോഴും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എപ്പോഴും നമ്മുടെ ദേശീയ താല്പര്യത്തിൽ അധിഷ്ഠിതമായിരിക്കും. നന്ദിയെന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? എനിക്കൊന്നും മനസ്സിലായില്ല. ഏതൊരു സിനിമയിലില്ലേ ഇന്നസെന്റ് മുഖം തുടച്ചുകൊണ്ട് എന്തോ മറുപടി പറയണേ, അതുപോലെയായി. കല്യാണത്തിന് പോയ കാര്യം എന്തായിന്ന് KPSC എടുത്ത് വയ്ക്കുമ്പോൾ ഇങ്ങനെ മുഖം തുടച്ചു, അതുപോലെ എനിക്ക് തോന്നുന്നത്. ഇസ്രായേലിനൊപ്പം നിൽക്കും, പാലസ്തീന് വേണ്ടി പ്രാർത്ഥിക്കുക, അതെനിക്ക് മനസ്സിലായി. നമ്മൾ തന്നെ നിരവധി വീഡിയോ ചെയ്തിട്ടുണ്ട് ഇന്ത്യ ഇസ്രായേലിന് ആയുധം നൽകുന്നതിനെ കുറിച്ചൊക്കെ. ഗസയിൽ വീണ് പൊട്ടുന്ന ബോംബുകളിൽ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് എഴുതിയ ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ വീഡിയോ ആക്കിയിട്ടുണ്ട്. അതുകൂടാതെ ഇന്ത്യയിലെ മുൻ ഇസ്രായേൽ അംബാസിഡർ ആയിരുന്ന ഡാനിയൽ കാർമൺ ഇന്ത്യ ഇസ്രായേലിന് ആയുധം നൽകുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം അന്ന് പറഞ്ഞത് കാർഗിൽ യുദ്ധ സമയത്ത് ഇസ്രായേൽ തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നുവെന്ന് ഇന്ത്യക്കാർ എപ്പോഴും ഓർമ്മിക്കുന്നു. ഇന്ത്യക്കാർ അത് മറക്കില്ല. ഇപ്പോൾ ആ സഹായം തിരിച്ചു നൽകിയേക്കാമെന്നാണ്. എന്നുവെച്ചാൽ 1999 കാർഗിൽ യുദ്ധത്തിൽ ഗൈഡഡ് യുദ്ധോപകരണങ്ങളും ഡ്രോണുകളും ഉൾപ്പെടെയുള്ള സൈനിക സാമഗ്രികളും ഉപകരണങ്ങളും ഇസ്രായേൽ ഇന്ത്യക്ക് നൽകിയിരുന്നു. ഇപ്പം അതിന് നമ്മൾ നന്ദി കാണിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഗസയുമായുള്ള യുദ്ധത്തിൽ ഇന്ത്യ ഇസ്രായേലിന് ഡ്രോണുകളും പീരങ്കി ഷെല്ലുകളും വിതരണം ചെയ്തുവെന്ന റിപ്പോർട്ടുകൾ വരുന്നതിനെ കുറിച്ച് തന്നെയാണ് ഡാനിയൽ കാർമനി പ്രതികരിച്ചത്. ഹൈദരാബാദിൽ നിർമ്മിച്ച അത്യന്താധുനിക ഹെർമിസ് 900 ഡ്രോണുകൾ ഇന്ത്യ ഇസ്രായേലിന് നൽകിയതായി ഫെബ്രുവരിയിൽ തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്ത്യൻ സൈന്യത്തിന് ആവശ്യമായ സാധന സാമഗ്രികൾ നിർമ്മിക്കാൻ ഇസ്രായേൽ സ്ഥാപിച്ചതാണത്രേ ഹൈദരാബാദിലെ ഈ സൗകര്യം. എന്നിരുന്നാലും ഇസ്രായേലി പ്രതിരോധ സേനയുടെ ഉപയോഗത്തിനായി 20ഓളം ഡ്രോണുകൾ അയച്ചതായി വീണ്ടും മാധ്യമ റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടു. എന്നാൽ ഇന്ത്യ ഈ റിപ്പോർട്ടുകൾ ഒരിക്കലും സ്ഥിരീകരിച്ചിട്ടില്ല. കാർമണിന്റെ പരാമർശങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തില്ല. അന്ന് മെയ് മാസത്തിൽ ഇസ്രായേലിലേക്കുള്ള യാത്രാമധ്യേ കാർട്ടജീന തുറമുഖത്ത് ഒരു ചരക്ക് കപ്പലായ മരിയാനെ ഡാനിക്ക ഡോക്ക് ചെയ്യുന്നത് സ്പെയിൻ തടഞ്ഞ വാർത്തയുണ്ടായിരുന്നു. ചെന്നൈയിൽ നിന്ന് വരികയായിരുന്ന കപ്പലിൽ 27 ടൺ സൈനിക സാമഗ്രികളാണ് ഉണ്ടായിരുന്നതെന്ന് എനറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തു എന്നൊക്കെ ഇന്ത്യ ടുഡേയുടെ ഈ റിപ്പോർട്ടിൽ കാണുന്നുണ്ട്. അപ്പം എന്തായിരുന്നു ജോൺ ബ്രിട്ടാസ് MP ചോദിച്ചത്? ഇന്ത്യ ഇസ്രായേലിന് ആയുധം നൽകുന്നുണ്ടോ എന്ന്. എന്തായിരുന്നു ജയശങ്കറിന്റെ മറുപടി?